സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മറ്റൊരു ഗെയിമിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മിനി വേൾഡ് സീസൺ 2-ലാണ്. ഇത് കൂട്ടുകാരന്മാര് ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇനി നല്ല മൈനിങ് എടുക്കേണ്ട സമയമായി കഴിഞ്ഞു. കാരണം വെച്ചാൽ ഏകദേശം തീരാനായി. ഇനി അയൺ എഫ് നിൽക്കണം. അയൺ ഫുള്ള് കാലിയൊക്കെ ഞാൻ എടുത്തുകൊണ്ടുവന്നു. അയൺ എഫ് നിൽക്കണം. അതേപോലെ ഇനിയും കോഡ്സ് ഇനിയും മൈൻ ചെയ്യാൻ പോകണം. പ്ലീസ്, ഞാൻ 2-3 വട്ടം പോയി, അതെല്ലാം തീർന്നു. ഇനിയും വേണം. കാരണം ഇനിയും നമുക്ക് ഒരുപാട് ബിൽഡ് ഉണ്ടാക്കാണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഗോൾഡും ഏകദേശം തീർന്ന മട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഗോൾഡ് ഫാർം എന്തെങ്കിലും ഉണ്ടാക്കണം. എൻ്റെ രക്ഷയില്ല. ഇപ്പോൾ നമുക്ക് എന്താണെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ഇറക്കാം. ഇപ്പോൾ ഈ ബ്രിഗ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സ്ഥലത്ത് ലൈവിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളെങ്ങനെ ഈ ബ്രിഗ് ഉണ്ടാക്കിയെന്ന് കാണാത്തതുകൊണ്ട് പോയി കണ്ട ആദ്യത്തെ എങ്ങനെയെങ്കിലും ലൈവ് കാണാതെ പോയി. ഓക്കെ, അപ്പോൾ നല്ല വാച്ച് ഉണ്ടായിരുന്നു, വാച്ച് പവർ ഉണ്ടായിരുന്നു. ന്യൂ ആയിട്ട് 5 സബ്സ്ക്രൈബേഴ്സ് കയറി. താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബിങ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇപ്പോഴത്തെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് ഫാൻ ലാഗ് പണ്ടാരടങ്ങും, ഭയങ്കര പേടിയുണ്ട്. എന്താണ് വരുന്ന വഴി വെച്ചാണേ. 1 2 3 4 5 നമ്മളിന്ന് ഷുഗർ ക്യാൻ ഫാർമായിട്ട് ഉണ്ടാക്കുന്നത്. 1 2 3 4 5 ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റോണൊക്കെ അധികം ഉണ്ട് ട്രീസ്, അതുകൊണ്ട് തന്നെ നമുക്ക് വിഷയമില്ല. 1 2 3 4 5 ഇതേപോലെ തന്നെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യാം. ഇതും ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ഫുൾ ഡേറ്റ് കളയാം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ചെസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോപ്പർ എടുക്കുക. കറക്റ്റ് ആണെന്ന് തോന്നുന്നു. യെസ്, കറക്റ്റാണ്. ഓക്കെ, അത് ചെയ്യാം. അതിനുശേഷം പവർ റെയിലും സാധാ റെയിലും എടുക്കുക. റെയിൽ ഇതിൻ്റെ കൊട്ടുകൂടി ഇങ്ങനെ അങ്ങ് വെക്കുക. ഓക്കെ, ഇനി സാധാരണ നിന്നിട്ട് റെസ്റ്റോൺ ബ്ലോക്കിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ നമ്മുടെ പവർ റെയിൽ വെക്കട്ടെ. സിമ്പിൾ. ഓക്കെ, നൈസ്. അതും കഴിഞ്ഞു. അതിന് ശേഷം ഒരു ഡേറ്റ് എടുക്കുക, ബ്ലോക്ക് എടുക്കുക, ഡേറ്റ് എടുക്കുക, അതിൻ്റെ പുറകിലായിട്ട് ഒരു ബ്ലോക്ക് എടുക്കുക. ഓക്കെ, നൈസ്. അത് കഴിഞ്ഞിട്ട് ഇതിനോടിങ്ങനെ ചേർത്ത് ബ്ലോക്ക് വെക്കുക. നൈസ്, അതും ചെയ്തു. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ് വെക്കണം. ഡേറ്റ് വെക്കുക. 1 2 സൈറ്റ് അതേപോലെ ചെയ്യാം. വെക്കുക. 1 2 1 2. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഡേറ്റ് എടുക്കുക, ഡേറ്റ് വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 വാട്ടർ ബക്കറ്റ് എടുക്കുക. പ്ലേസ് ചെയ്യുക. ഇവിടെ വെക്കുക.
ആയിട്ട് ചെയ്യാം. പിസ്റ്റൺ എന്താണ്ട് ഷുഗർ ക്യാന് നോക്കി നിൽക്കുന്ന രീതിയിൽ ചെയ്യാം. ഷുഗർ ക്യാനും നടുക. അതും ചെയ്തു. ഇതേപോലെ ഇപ്പുറവും ചെയ്യണം കേട്ടോ. ഒബ്സർവർ എടുത്തിട്ട് അവൻ്റെ ബാക്ക് ഭാഗം ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് പ്ലേസ് ചെയ്യുക. മുഖം അങ്ങോട്ട് കേട്ടോ. വീണ്ടും ഇവിടെ അടയ്ക്കുക. ഇതിൻ്റെ നടുക്കായിട്ട് പിന്നെ ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. അതും ചെയ്തു. അടുത്ത ബ്ലോക്ക് എടുക്കുക. ഫസ്റ്റ് സ്റ്റോൺ എടുക്കുക. അതുകൊണ്ട് ഇവിടെയും കൂടെ ഇങ്ങനെ ഒന്ന് മൂവ് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റോൺ എടുത്തിട്ട് അവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഒബ്സർവർ തമ്മിൽ കണക്റ്റഡ് ആയിക്കോളും. ബ്ലോക്ക് എടുത്ത് ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ആക്കി ജസ്റ്റ് ഒന്നൊരു ബ്ലോക്ക് ഇതിവിടെ വർക്കിംഗ് ആണ്. ഇവിടെ വർക്കിംഗ് ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. സംഭവം രണ്ട് സൈഡും വർക്കിംഗ് ആണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് പ്ലേസ് ചെയ്യുക. ഇറങ്ങിപ്പോയി. പ്ലേസ് ചെയ്യുക. ഞാൻ അതിൻ്റെ പൊക്കത്ത് പ്ലേസ് ചെയ്യണേ. ഇവിടെ വേറെ ഒന്നുമില്ല ചെയ്യാൻ. ഗ്ലാസ് പ്ലേസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മൊത്തം ഗ്ലാസും പ്ലേസ് ചെയ്തിട്ട് വരട്ടെ. ഒരു സൈഡ് പ്ലേസ് ചെയ്തു. മറ്റേ സൈഡും ഇതേപോലെ പ്ലേസ് ചെയ്യാം. കട്ട് വിത്ത് ഓപ്പർ ഇതെടുത്തിട്ട് വെച്ച് ഇവിടെ ഇറക്കിയ വർക്കിംഗ് ആണ്. ഇനി വരുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി ഗൈസ്. വേറൊന്നിനും ഇനി പിടിക്കേണ്ട ആവശ്യമില്ല. ടോർച്ചിൽ ചുമ്മാതെ ഒരു ടോർച്ച് തന്നെ ഇവിടെ പ്ലേസ് ചെയ്യും. ചുമ്മാതെ നമ്മുടെ വർക്കിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഡീപ് സ്ലൈറ്റ് ബാക്കി വന്നിട്ടുണ്ട്. ഡീപ് സ്ലൈറ്റ്, സ്മൂത്ത് ഡീപ് സ്ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും കണ്ടാണ് പറയാം ഗീസ്. അതേപോലെ നമ്മൾ കോബിൾ സ്റ്റോൺ ഡ്യൂപ്ലിക്കേറ്റർ ഉണ്ടാക്കിയതാട്ടോ. അത് ഇത് ലൈവിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ലൈവിൽ ഉണ്ടാക്കിയതാണ്. ഇതാണ്ട ഫുള്ള് സെറ്റപ്പാണ്. നമ്മൾ ഫുള്ള് വലിയ കളികൾ, ചെറിയ കളികളൊന്നുമില്ല, ഫുൾ വലിയ കളികളാണ് ഗീസ്. ഇങ്ങനെ 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 പൊട്ടിക്കൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൻ്റെ തുറന്ന് ഇങ്ങനെ നോക്കിക്കുമ്പോൾ തൻ്റെ സിമ്പിൾ. ആവശ്യം വരുമ്പോൾ ഒക്കെ എടുക്കണം. ഞാൻ കുറേ മൈൻഡ് ചെയ്തായിരുന്നു, ഇത് കുറേ യൂസ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ
ഇവിടേക്കൊക്കെ ഇനി കുറേ ഡീപ് സ്ലൈറ്റ് അല്ല സോറി, കുറേ നമ്മുടെ ബ്രിഗ് കൊണ്ടുവരാനുള്ള സ്റ്റോൺ ബ്രിഗ് കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ ഞാൻ നമുക്ക് സെറ്റ് ചെയ്തു. പിന്നെ എനിക്കൊരു രസം തോന്നിയിട്ട് ഞാൻ ബിൽഡ് ചെയ്താണ്, വേറൊന്നും ഞാൻ ബിൽഡ് ചെയ്തിട്ടില്ല. സാധാരണ കിടക്കുന്നവർ തന്നെയെല്ലാം കിടക്കുന്നത്. ചുമ്മാ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കിയതാണ് ഇടയ്ക്ക് വർക്കാവുമെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എനിക്ക് ക്ലിയർ ചെയ്യണം, ഇവിടെ വൃത്തിയാക്കണം. എന്തെന്ന് വെച്ചാൽ അടുത്തത് നമ്മുടെ ബാമ്പു ഫാർമാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ചെയ്യണം ഇനി. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ട്രേഡിംഗ് ഹാളിലേക്ക് പോകാൻ. ഇല്ല, ബാമ്പു ഫാർമിന് മുമ്പ് നമ്മൾ ട്രേഡിംഗ് ഹാളിലേക്ക് പോകും മിക്കവാറും. ബാമ്പു ട്രേഡ് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ബാമ്പു ട്രേഡ് ചെയ്യുന്നില്ല. പിന്നെ ബാമ്പു ഞാൻ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല. പിന്നെ എന്നാത്തിനാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ ഒരു രസം. ഓക്കെ, അപ്പോൾ നമ്മുടെ അത്യാവശ്യം ബിൽഡിങ്സ് മൊത്തം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേഡിംഗ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ് ആലോചിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ട്രേഡിംഗ് ഹാൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യും. ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നമ്മുടെ ഇവിടെ ഒരു വില്ലേജ് ഇവിടെ ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനോട് ചേർന്ന് നമ്മുടെ ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓൾറെഡി ഒരു വില്ലേജ് ആയി ഇവിടെ. 1 2 3 4 വില്ലേജസ് ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് കണ്ട ഏകദേശം ഇച്ചിരി വിട്ടിട്ട് കണ്ട ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ കണ്ട ഇവിടെ ആയിട്ട് ഇവിടെയാണ് എൻ്റെ ഫ്ലാറ്റായി കിടക്കുന്നതുകൊണ്ട് ഇവിടെ പണിയാന്ന് ഓർത്ത്. അപ്പോൾ നടക്കുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഇവിടെ പണിയുന്നതിന് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ പണിയിൽ നടക്കൂല. നമ്മുടെ ബ്രീഡിംഗ് ഫാം ബ്രേക്ക് ആവും. ശരിയാ, ബ്രീഡിംഗ് ഫാം ബ്രേക്ക് ആവും. അപ്പം നടക്കില്ല. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് കിട്ടിക്കാക്കാൻ രക്ഷയില്ല. ഇവിടെ ഫുൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റേണ്ടതല്ലേ, തുറക്കാൻ പറ്റും. അത് ക്ലോസ് ആയി, അത് വൃത്തിയാക്കാണ്. പുറത്തതും അതേപോലെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പായാണ്. അത് ഹാഫ് സ്ലാബ് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഭംഗിയായി. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ കാണാം ഗൈസ്. ഇവിടെ ഇഷ്ടമാതിരി ലാൻഡ് മൊത്തം മെയിൻ ചെയ്തെടുത്ത് ഞാൻ മാത്രമാണ്. ഇനിയും ചെയ്യാണ്ട് കുറേ മെയിൻ ചെയ്തെടുക്കാണ്ട്. ഇതുണ്ടോ ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്തതാണ്, സ്വാഭാവികം. പിന്നെ സ്റ്റെപ്സ് എടുക്കണവരെല്ലാവർക്കും ബൈ.